ഇങ്ങനെ നമ്മള് ഫണ്ണിന് വേണ്ടി കരയണത് എന്തോന്നാണ്? ഇന്ന് നമ്മുടെ എന്റെ ബർത്ത്ഡേ. അവളുടെ മുമ്പിൽ നമ്മള് ജന്മദിനം പറഞ്ഞാൽ മതി. ജന്മദിനം കേട്ടാ? അല്ല മച്ചി, ജന്മദിനം നമുക്ക് മനസ്സിലാവില്ലല്ലോ. ഹിന്ദിയിൽ ജന്മദിനം വലിയ വ്യത്യാസം ഉണ്ടോ? ജന്മദിനാണോ ഹിന്ദിയിൽ എങ്ങനെ പറഞ്ഞ? ജന്മദിനല്ലേ? നീ ഹിന്ദിക്കാരിയാണോടി? ഞാൻ ഹിന്ദിക്കാരിയാണോ? അല്ല നേപ്പാളിയാണോ? ഹിന്ദി അറിയാലോ നിനക്ക്. ഇന്ന് നമ്മുടെ മെരീന കുട്ടിയുടെ വിക്ക വന്നത് ഇന്ന് നമ്മുടെ മെറീന കുട്ടിയുടെ ജന്മദിനമാണ്. പെരുന്നാൾ അല്ലേ? എന്താ കുട്ടിയുടെ എന്താണ് ഫേവറേറ്റ് സംഭവം നമുക്കറിയില്ല, പക്ഷെ ഇവർക്കറിയാം. അപ്പൊ നമ്മളോട് ചോദിച്ചു. അപ്പൊ നമ്മൾ ഇന്ന് അത് പോയി റെഡിയാക്കാണ്. റെഡി ആവോ ഇല്ലെന്ന് അറിയാം. അപ്പൊ നമുക്ക് ഇന്ന് ആ ഗിഫ്റ്റ് കൊടുക്കാം. അല്ല സുഖക്കുട്ടിയെ ഓക്കെ ആണോ? അവളെന്തിയാ കൊച്ചെന്തി? കുട്ടിക്ക് രാത്രി സർപ്രൈസ് കൊടുക്കണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് മെരീന കുട്ടിയുടെ മുമ്പിൽ ജന്മദിനം പറഞ്ഞാൽ മതി. ഇവിടുത്തെ പറയണ്ട. ജന്മദിനം മനസ്സിലാവോ അവൾക്ക്? പിറന്നാൾ. ഓക്കെ ഓക്കെ, അത് മതി. നീ വരുമ്പോ ഞാൻ ഉറങ്ങി പോകും. ഞാനിപ്പോ വരും. ഞാനത് കേക്കും കാര്യങ്ങളൊന്നും അറേഞ്ച് ചെയ്യട്ടെ. നമുക്ക് പോവാം. ഞാൻ കാണിച്ചു പോവാട്ടോ. എന്നിട്ട് പെട്ടെന്ന് പോയി കാര്യങ്ങളൊക്കെ ചെയ്യണം. അവൾക്ക് കാല് വേദന ഇങ്ങനെ കൊണ്ടുപോകണം. അവള് വരാന്ന് പറഞ്ഞു. ഞാൻ അവൾക്ക് അറിയുള്ളൂ ഈ സംഭവം. ഐഡിയ നാൻസിയുടെ ഐഡിയ ആണ്. പോവാ. അത് ഞങ്ങൾ പോയിട്ട് വരാം കേട്ടാ ഡിയർ. കണ്ടോടി എൻ്റെ അനിയത്തിയുടെ ഉത്തരവാദിത്തം കണ്ടോ? പക്ഷെ അനിയത്തിക്ക് അവൾ ഭയങ്കര ഐഡിയ. ആൻസിയുടെ ഐഡിയ ആണ് ഇങ്ങനെ സെറ്റപ്പ് ചെയ്യാന്ന്. അപ്പോൾ നമ്മൾ ആ മെരീന ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ ഫോട്ടോ കൊടുത്തത്. അത് പൈസ ഉണ്ടെങ്കിൽ ഞാൻ അവരെ ഇറക്കിയാൽ അതിന് മാത്രം പൈസ നമ്മുടെ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യാം. ഒരു കട്ടൗട്ടൊക്കെ കൊടുത്തിട്ട് എങ്ങനെയുള്ള റിയാക്ഷൻ നോക്കാം. ഈ പെണ്ണുങ്ങളെന്ത് ഇങ്ങനത്തെ ആൾക്കാരെ സ്നേഹിക്കണമെന്ന് അറിയില്ല സത്യം പറഞ്ഞാൽ. ഇവൾക്കും ഇങ്ങനത്തെ കൊറിയൻ ആൾക്കാരെ ഭയങ്കര ഇഷ്ടം. അടിക്കണ കൊറിയൻ ആൾക്കാർ ഭയങ്കര ഇഷ്ടം. അപ്പോൾ എന്താ പറയാന്നറിയില്ല. നമുക്ക് നോക്കാം. എനിക്ക് അടുത്ത് കേക്ക് പോകണം. ഇന്നാണ് മെരീന ചേച്ചിയുടെ ബർത്ത്ഡേ. പക്ഷെ അങ്ങനെ കഴിയുള്ളൂ. മെരീന ചേച്ചി പറയണേക്ക് മെരീന ചേച്ചിയുടെ ബർത്ത്ഡേ നമ്മൾ ചെയ്യുന്നു. പക്ഷെ മെരീന ചേച്ചിയുടെ ബർത്ത്ഡേ എന്ന് പറയരുത്. സംസാരിക്കുമ്പോൾ പിറന്നാളെന്ന് പറഞ്ഞേ പിറന്നാൾ. അത് പറഞ്ഞാൽ മതി. ബർത്ത്ഡേ പറയരുത് കേട്ടോ മെരീന ചേച്ചിയുടെ. ഓക്കെ. ഈശോന്റെ ഓ എടി അത് അമ്മയ്ക്കറിയാം, പേടിക്കണ്ട. അതെ ഇത് അമ്മയ്ക്കറിയാം. മെരീന ചേച്ചിക്ക് സർപ്രൈസ് കൊടുക്കണം. ഓക്കെ. അപ്പൊ നമ്മള് വീട്ടിലെത്തിട്ടോ. അപ്പൊ ഇനി മുതൽ നമ്മൾ സീക്രട്ട് കോഡ് ഇറക്കുകയാണ്. അറിയാലോ നിങ്ങൾക്ക്. അതുപോലെ പറയുള്ളൂ, അല്ലെങ്കിൽ മെരീനക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ടാണ്. ഓക്കെ. അപ്പൊ പൊന്നൂസ് ഓക്കെ അല്ലേ? പൊന്നൂസ് അതെ. കൊച്ചിനോട് എന്ത് രഹസ്യം പറഞ്ഞാലേ അത് ആരോടും പറയില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞാലും ഞാൻ പക്ഷെ അറിയാതെ ഞാൻ പക്ഷെ ഓർക്കൂലടാ. അതാണ്. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരോട് ഷെയർ ചെയ്യും. ഹലോ പൊന്നൂസ്. മെരീന കേസായോ? Only one day left. Only one day. Now tomorrow you will go. ചേച്ചി ഡേ ആഫ്റ്റർ ടുമോറോ ഫ്ലൈറ്റിൽ പോകട്ടോ കൊച്ചേ. മിസ് ചെയ്യോ? ഓക്കെ. മിസ് ചെയ്യോ? അപ്പൊ എല്ലാരും പോയി കുളിക്കുക. കുളിച്ച് റെഡി ആവാം. ഓക്കെ. ഓക്കെ മെരീന. ഡയൻ
പാവം മെരീനക്കുട്ടിയുടെ മെരീനക്കുട്ടിയുടെ പിറന്നാളാണ് എൻ്റെ കർത്താവ് ചീറ്റി പോയത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് എന്തിനു ചിരിക്കണ അത് പറയണ്ട കേട്ടോ. അപ്പൊ മെരീന ജായക മെരീനയോട് ഇത് മെരീനോട് പോണ ബ്ലോഗാന്നൊക്കെ പറഞ്ഞേക്കണം. അതിന്റെ റിയാക്ഷൻ നിൽക്കണം. അപ്പൊ അങ്ങനെയൊക്കെയാണ്. എന്നിട്ടും അല്ല പിന്നെയും പറഞ്ഞ അപ്പൊ മെരീന കുട്ടിയുടെ പിറന്നാളാണ്. അപ്പൊ പിറന്നാൾ മീനിങ് ഗോയി ഓക്കെ ചിരിക്കണ അപ്പൊ മനസ്സിലാക്കി കൊടുക്കണ്ടേ എന്തത്. അപ്പൊ പിറന്നാൾ മീനിങ് ഗോയി പോലെ. അപ്പൊ ഗോയിങ് വി ആസ് മിസ് യു. ഓക്കെ എനിക്ക് മറ്റേ അഡ്ജസ്റ്റ് ചെയ്യണതാ പെട്ടെന്ന് മുന്നോട്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഓക്കെ അല്ലേ? ഓക്കെ പൊട്ടീന്ന്. അപ്പം അത് നമ്മൾ കൊടുക്കാൻ പോവാണ്. നമ്മുടെ മെരീന കുട്ടിക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. 2 ഗസ്റ്റ് വരും. തല്ലരുതിട്ടാ കണ്ടു കഴിഞ്ഞിട്ട് പൈസ ഇല്ലാന്നിട്ടാ. അപ്പോൾ സോണത്തിൻ്റെ ഒപ്പമാണ് അവൾ കിടക്കണേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അവളെ പേടിപ്പിച്ചിട്ടാണ് വളർത്തുന്നത്. അപ്പോൾ അമ്മയാണ് ആക്ടർ. അമ്മ വാതിലിട്ട് തല്ലി പൊട്ടിച്ചോളണം അവിടെ. ഓക്കെ അപ്പോൾ നമ്മൾ റെഡി ആകാൻ പോവാണ്. ഓക്കെ ഓക്കെ അങ്ങനെ പറയണ്ട. അതായത് അതെ എടി ഓടി വന്നടി പുറത്തേക്ക് വന്നടി സോന പറഞ്ഞു. ഓക്കെ സോന വന്നേ. പേടിപ്പിക്കാൻ Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday. कैसा है? शौक पता ही नहीं कितना जोर से किया. കണ്ടോ ജോർ സെ കിയാ. പേടിച്ചിട്ട് ഇങ്ങനെ നിക്കണേ. और लगी तू घाट भी. ഞാനപ്പോ ജോർ സെ കിയാ കണ്ടോ. അപ്പൊ ഞാൻ കുറച്ചും കൂടി ഇതിൽ വിളിച്ചിരിക്കാ കൊച്ചു നോക്കണേ. ഞാൻ കൊച്ചു പോടാ. Happy birthday to you. Happy birthday to you. Happy birthday to you. Very nice day. Happy birthday to you. Thank you. Cho lại xin mời. Đây. Apa dah semua lah yang tadi dulu. Thank you. ओके ओके मेरीना मेरा गिफ्ट है. तुमको मेरा गिफ्ट चाहिए? ओके मेरे पास परफ्यूम ही नहीं था. बट एक कॉस्टली नहीं. मेरा गिफ्ट बड़ा कॉस्टली है आपको. ओके ओके भाई इधर आओ. ओ मेरीना तुमको टुडे 2 गेस्ट आया. तुम्हारा फेवरेट गेस्ट आया. दो जना गेस्ट आकर सारे हो. 2 गेस्ट. I don't know. तुम्हारा हाँ ഗസ്റ്റ് तुम्हारा ഫേവറേറ്റ് ഗസ്റ്റ് ആയ. ഓക്കെ അപ്പോൾ നമ്മുടെ മെരീന കുട്ടിയുടെ ഫേവറേറ്റ് 2 പേര് ഇന്ന് വരും. ഇത് മേക്കപ്പാ. അപ്പം മെരീന കുട്ടിയുടെ 2 ഗസ്റ്റ് വരും. ഓക്കെ അപ്പം നമുക്ക് കാണിച്ചു കൊടുക്കണ്ട സോയിക്കുട്ടിയെ. मेकअप टाइम चाहिए. रेडी है? ओके सोई कुटी आई क्लोज करो.
പാവന് ഹൈറ്റ് ഇല്ല, കുഞ്ഞുണ്ട്. പറയുമ്പോൾ ഇട്ടാ മതി. സ്ട്രേറ്റ്. ഓക്കെ ഓക്കെ അവൾക്ക് പേടിയായിട്ട് വയ്യ. ഓക്കെ. എന്തോന്നാണ് കൺട്രോൾ Heartbeat. Oh my god. ആ സോക്കട്ടെ ഓപ്പൻ ചെയ്തോളൂ. ഓപ്പൺ ചെയ്ത് ആ What happened? Huh? Why are you crying? Huh? Oh my, എടി അതെന്തിനാ കരയണ? Why are you crying? ഇതെന്താ റീല് വന്ന പോലെയാ? ദൈവമേ, കൊറിയൻ, ഇവിടെ കൊറിയൻ ഫാൻസ് ഉണ്ട്. എന്താ അവര് മനുഷ്യരും നമ്മൾ മനുഷ്യരായിട്ട് ആ കൊച്ചു ചേച്ചിയുടെ ഒറിജിനലാണെന്ന് വിചാരിച്ചാണോ? ഒറിജിനൽ ജസ്റ്റ് ഫോട്ടോ. Easily original. ദൈവം, സോയിക്കുട്ടി ഇതെന്തത്? ഞാൻ കണ്ടു. അപ്പൊ ചിരി വേണം. ഇങ്ങനെ ഉണ്ട് ഞാൻ വിചാരിച്ച ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടാവും. ഇവള് കണ്ടില്ലേ കൊണ്ടുവരുന്നത്? मुझे बहुत पसंद है. ഇത് ഫാനാണ്. BTS. BTS ഏ കൗൺ ഹേ? ഇനായത്. അങ്ങനത്തെ എനിക്കറിയില്ല ഇതെന്തോ സംഭവം എന്നൊക്കെ. ആരും നീച്ചൊന്നുമില്ലാത്ത ഈ കൊച്ചു ചിലപ്പോ വെറുതെ നീച്ചല്ലേ. ആ അതായിരുന്നു. ഓക്കെ ഓക്കെ. എന്തത് ഇവളിങ്ങനെ? ഇവൾക്ക് ഭ്രാന്താട്ടാ. നോക്കട്ടെ. Actually, what happened to you? देखकर शॉक हुए. मुझे बहुत അമ്മ, നമ്മള് ഫണ്ണിന് വേണ്ടി ഇത് കരയണത്. നീ എന്തിനാ കരയണ? സ്വന്തം അമ്മയ്ക്ക് അപ്പം എന്തെങ്കിലും പരിശോധിക്കാൻ കൊണ്ട് ഇപ്പോഴത്തെ പിള്ളേർക്ക് കുഴപ്പമില്ല. ഞാൻ നോക്കട്ടെ. നീ പോലട്ടാ, ഫാനാന്ന്. എന്ത് ഫാൻ? അതൊരു ഫോട്ടോ കാണിച്ചിട്ട് ഇത്ര ഫാൻ. എങ്ങനെ നേരിട്ട് കാണുകയാണ് എന്ത് ചെയ്യും? വാട്ട് ഇഫ് യു സീ ഇൻ റിയൽ? തലറങ്ങി വീഴുന്നത്. അമ്മച്ചി ഞാൻ ഡയലോഗ് പറയാം. നമ്മളിതിലില്ല, കണ്ടാ മതി. അതല്ല, ഞാനിവിടെ സത്യം പറഞ്ഞ ഏലിക്കുട്ടീനെ മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഏലിക്കുട്ടി ഇത് ആരാണെന്ന് പോലും എനിക്കറിയില്ല. ഉടുപ്പ് പറഞ്ഞ ഇത് ഫോട്ടോ ഉടുപ്പ്. അമ്മ, ഇതിപ്പോ ഭ്രാന്ത് പിടിച്ച പോലെയായി പിള്ളേർക്ക്. ഞാൻ പണ്ണിന് വേണ്ടി ചെയ്തതാണ്. ഞാനത് വിചാരിച്ച, പക്ഷെ ഇത് കാര്യമായി പോലെയായി പിള്ളേ. അവൾക്ക് കൊറിയ പോകാനും ഭയങ്കര ജപ്പാൻ. നീ വേണ്ട കേട്ടാ, ഭയങ്കര പോറായി വരും. പുതിയ ഡ്രസ്സൊക്കെ മതി. എനക്കും കൊറിയന് ഇത് മതി. എന്ത് ഈ സണ്ണില്ല കൊറിയന് മതി. നമുക്ക് വേറെ വെറൈറ്റി സണ്ണില്ല. അയ്യോ എന്റെ പൊന്നു, സണ്ണില്ല കർത്താവ്. കൊറിയൻ പുനിസൊക്കെ കൊറിയ ഇഷ്ടം. പുനിസൊക്കെ കൊറിയ പോലും ഇഷ്ടം. അമ്മ, ദൈവമേ, ഈ സാധനം ഇങ്ങനെ കൊറേ പിള്ളേർ ഇല്ല, ഈ പിള്ളേരെ സീരീസ് കണ്ട് അങ്ങനെ ഇഷ്ടമാണ്. ടൈമില്ല ഇവരുടെ പ്രായത്തിൽ ഇപ്പൊ എല്ലാരും അങ്ങനെ. ഈ പിള്ളേരാണ് പാട്ട് പറഞ്ഞ പിള്ളേരാട്ടോ. പാട്ട് പാടി പൈസ ഉണ്ടാക്കിട്ട് നമുക്ക് തന്നെ കുഴപ്പം. Thank you, Alexander. ഞാനിതില്ലട്ടാ, ജസ്റ്റ് ഫണ്ണി. നിനക്ക് ഫണ്ണി ആയിരിക്കും, ഇവർക്ക് ഫണ്ണി അല്ല. എന്താ പറഞ്ഞ? നിനക്ക് ഫണ്ണി
ഞാൻ just പറഞ്ഞു. Oh, I will make one reels. റീലാ? My best surprise gift. ആ, Best. കൊച്ചിനെ മോതിരം കൊടുത്തേക്ക് ഇത്ര സന്തോഷം ഉണ്ടാവുമായിരുന്നോ? എന്തെന്ന്? ഒരു മോതിരം കൊടുത്തേക്ക് ഇത്ര സന്തോഷം കിട്ടുമായിരുന്നോ? ചോക്കിട്ട് എന്താ പറയുക മോതിരം അല്ലേ? കണ്ടോടെ എന്റെ കൊച്ചിന്റെ ഹാപ്പി. നമുക്കറിയാം എവിടെ സർപ്രൈസ് കൊടുക്കണമെന്ന്. ഒരു കട്ടൗട്ടർ ഉണ്ടാവുമല്ലോ. ഈ കട്ടൗട്ടൊക്കെ ഇത്ര ഹാപ്പി ബർത്ത്ഡേ ഗിഫ്റ്റ്. അത് ആക്ച്വലി മൈ ഫാമിലി സർപ്രൈസ്. നമ്മൾ ഷോക്കായി പോയി അല്ല? ഞാൻ ഷോക്കായി പോയി പിള്ളേരെ നമുക്കറിയില്ല. ഇത് വേറൊരു കൊറിയൻ ഫാന്. കൊറിയയിലേക്ക് അത് തന്നെ. അത് തന്നെ. മോഹൻലാൽ. നിങ്ങൾക്ക് മോഹൻലാൽ നല്ല ഇഷ്ടം. നിങ്ങൾ മോഹൻലാൽ ഫാൻസ് അല്ലേ തന്നെ? എനിക്ക് അല്ലു അർജുൻ. ഓ ഞങ്ങൾക്ക് അതുകൊണ്ട് അവരെ ദൈവമേ. അവർക്ക് ദിലീപനല്ലേ ഇഷ്ടം. ബാഹുബലി. ബാഹുബലി. ബാഹുബലിനെ ബാഹുബലി. അതല്ല ഇവിടെ പറഞ്ഞ ബാഹുബലിയുടെ ഞാനത് ഞാൻ ചുളന്ന് കോപ്പി ഓയ് ഫോൺ പിടിച്ചോ. വട്ടായോ ഇന്ന് അയ്യോ മതിയോ? ഞാൻ ഈ വർഷം ആദ്യമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കവളൊക്കെ ഇങ്ങനെ ബാഹുബലി. ഇത് കണ്ടോ? അയ്യോ എവിടെയൊക്കെ വേദന എനിക്ക് ഇവിടെയൊക്കെ വേദന സ്റ്റോപ്പ് ചെയ്യണി പറ്റുന്നില്ലല്ലോ. അയ്യോ അടങ്ങിയിരിക്കട്ടെ ചേച്ചി ഈ വർഷം ആദ്യമായിട്ട് ഇങ്ങനെ ചിരിക്കണം. ഈ വർഷം അല്ല പോയി ലൈഫിൽ ഇങ്ങനെ ചിരിക്കണത് വയസ്സ് കുളത്തിൽ പിടിക്കണം. ബാഹുബലി കണ്ടവർക്ക് മനസ്സിലാവും സംഭവം. ചിരിച്ച് ചാവെന്ന് പറയില്ലേ, പക്ഷെ അതേപോലത്തെ ഒരു അവസ്ഥയായി പോയി. ചിരിച്ചിരിച്ച് കിക്കായില്ല. നിനക്ക് മനസ്സിലായില്ലേ? അതെന്താ സംഭവം മനസ്സിലായ? മനസ്സിലായില്ലേ? ബാഹുബലിക്ക് ഹീറോക്കെ ഇഷ്ടമായ പറയണം.
പോപ്പി പറഞ്ഞു ഞാൻ ചിന്തിച്ചു പോപ്പി എന്താ പറയുന്നത്. അവിടെ മെരീന കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിച്ചാ ഇവിടെ ഫുള്ള് കോമഡിയാണ്. ചിരിച്ച് ചാവെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായി പോയി. ലൈഫിൽ ഇങ്ങനെ ഞാൻ ചിരിച്ചിട്ടുള്ളത്. എന്റെ കഴുത്ത് എന്റെ ഈ തല മൊത്തം ഇതായി പോയി. അത് എന്റെ വായ ഇങ്ങനെ സ്റ്റക്കായ ഇങ്ങനെ പിടിക്ക വാ പിടിക്കാൻ പറ്റത്തില്ല. ഒരു കോപ്പി. അപ്പൊ നമ്മുടെ മെരീന കുട്ടി ഹാപ്പി ആയിരിക്കട്ടെ ഗൈസ്. ഇനി ചിരിച്ചിരിച്ച് ഉപ്പാടാണെങ്കിൽ ഇവളുടെ സർപ്രൈസ് അതിനും വലിയ നമ്മുടെ ആൻസിയുടെ സർപ്രൈസ്. എന്റെ പൊന്നോ ലൈഫിൽ ഇങ്ങനെ ചിരിച്ചിട്ടില്ല. ഓ നമ്മള് ചിരിച്ച് ചാവെന്ന് പറഞ്ഞേ അത് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തു. എന്റെ പൊന്നോ ഇവൾക്ക് കിക്കായില്ല, അതാണ് ചിരി വന്നില്ല. അത് ആൾക്കാർക്ക് മനസ്സിലാവോ അറിയില്ല. അപ്പൊ ബാഹുബലി മെരീന കുട്ടിക്ക് ബർത്ത്ഡേയും കഴിഞ്ഞു. ഇത് നമുക്ക് ജസ്റ്റ് ഫണ്ണൊക്കെ വേണ്ടി ആൻസി അപ്പുക്കുട്ട ചെയ്തായിരുന്നു. നമ്മള് സർപ്രൈസ് ആയി പോയി. നമുക്ക് സർപ്രൈസ് ആയി. പിന്നെ ഞാൻ ഇങ്ങനെ തോന്നുന്നു ഞാനും കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പൊ കാണുമ്പോ ഞാനങ്ങ് ചിരിയായിട്ട് വയ്യ. മെരീന കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മുടെ ഈ മെരീന കുട്ടി പിന്നെ ആൻസി കുട്ടി ഈ രണ്ട് ആൺകൊച്ചിയ പെൺകൊച്ചിയ എനിക്ക് ഡൗട്ട് ഉണ്ട്. അപ്പൊ ഡൗട്ട് ഉണ്ട്. എന്നെ അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. രണ്ടുപേരും കാണും. രണ്ടുപേരും ഭയങ്കര ഫാനാണ്. പക്ഷെ ഞാൻ ഇല്ല കേട്ടോ. അവർ രണ്ടുപേരും ഫാനാണ്. അവർ ഇത് കണ്ടപ്പോ ഭയങ്കര ഇമോഷണൽ കരച്ചിലായി പോയി. വല്ലാതെ ഇമോഷണൽ ആയി പോയി രണ്ടുപേര്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കണം. അപ്പൊ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തു. എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.